ഹലോ, അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ ഞാനൊരു സ്പെഷ്യൽ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മൾ ചിക്കൻ കറിക്ക് അതല്ലെങ്കിൽ മട്ടൻ കറിക്ക് ഒക്കെ എന്തൊക്കെ ചേർക്കും അതെല്ലാം അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും നമ്മൾ എടുക്കുന്നത് സംഭവം. ഇപ്പം മട്ടനായാലും നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള സവാള. ഞാൻ ഇതിലിപ്പോൾ 2 സവാള ചേർത്തിട്ടുള്ളൂ. 2 സവാളയും ഒരു 3-4 പച്ചമുളകും അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് അത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും പെരുംജീരകവും ചേർത്തതിന് ശേഷമാണ് ഇതെല്ലാം വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു സ്പെഷ്യൽ കറിയാണ്. ആരും ഈ രീതിയിലൊരു കറി ഈ സംഭവം ചെയ്ത് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല മിക്കവാറും എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ നിന്നും എടുത്തിട്ടുള്ളൊരു കറിയാണ്. സാധാരണ ഇതിൻ്റെ ഉമ്മച്ചി, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഈ കറിയാണ്. ഇത് അന്നൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ഒരു കറി കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിനു വേണ്ടി ഞാനിപ്പോൾ വഴറ്റിയതിന് ശേഷം അതിൽ കുരുമുളക്, അതായത് ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതായത് മസാലകളെല്ലാം അത് വളരെ കുറച്ച് മാത്രം, അതായത് ആവശ്യത്തിന് എല്ലാം ഞാൻ കറക്റ്റ് സ്പൂൺ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇപ്പം ഇറച്ചിയിലായാലും ഏതായാലും വെയിറ്റ് അനുസരിച്ചിട്ടുള്ളത് എടുത്താൽ മാത്രം മതി. അതെല്ലാം കൂടെ ഈ സവാള ഇതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇതെന്താണ് സാധനമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ മട്ടൻ ലിവർ വാങ്ങുമല്ലോ, ലിവർ വാങ്ങുമ്പോൾ അതിൻ്റെ ബ്ലാക്ക് ലിവറിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കളർ ലിവറിൻ്റെ കൂടെ ഒരു വൈറ്റ്, അതായത് പിങ്ക് കളറിലുള്ളൊരു സംഭവം ഉണ്ടല്ലോ ലിവർ. സാധാരണ അതെല്ലാം കൂടെ ചേർത്ത് റോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, കട്ട് ചെയ്ത് റോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയപ്പോൾ ആ ഒരു പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ മട്ടൻ്റെ ബ്ലാക്ക് കളർ ലിവർ റോസ്റ്റ് ചെയ്യാനും എടുത്തു, ആ പിങ്ക് കളറിനെ കട്ട് ചെയ്ത് കറിയാക്കുകയും ചെയ്തു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതൊരു കറി. നമുക്ക് ഒരു മട്ടൻ കറി വെക്കുന്ന ആ മട്ടൻ കറിയുടെ ടേസ്റ്റ് പോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒന്ന് കുക്ക് ചെയ്തിട്ട് ഞാൻ പിന്നത് ആ മസാലകളെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത്, വലുതാണെങ്കിൽ 1 തക്കാളി മതി, ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്താലും കുഴപ്പമില്ല, നല്ലതാണ്. ഇനി ഇത്രയേ ഉള്ളൂ മട്ടൻ്റെ മട്ടൻ്റെ ലിവറിൻ്റെ പീസ്, വൈറ്റ് പിങ്ക് കളർ ലിവറിൻ്റെ പീസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള ഉള്ളിയും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്താൽ മതി. അപ്പോൾ അത് ഇതിലേക്ക് കട്ട് ചെയ്ത് കഴുകി എടുത്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല രുചിയുള്ള നല്ല കറിയാണ് കേട്ടോ. നമ്മളിപ്പം കപ്പയും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിക്കായാലും ഏതിനും നല്ല സ്യൂട്ടായിട്ടുള്ള കറിയാണിത്. ഈ രീതിയിലൊന്ന് കുക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ കഴിച്ചാൽ ഒരു ലിവർ വാങ്ങിയാൽ റോസ്റ്റ് ചെയ്യുകയും ചെയ്യാം, ഇതുപോലെ കറിയാക്കുകയും ചെയ്യാം. കറിക്കിപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച്, ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട, കാരണം ഇതിൻ്റെ പീസ് തന്നെ ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. കുക്കായി വന്നാലും ഇതിങ്ങനെ റബ്ബർ പീസ് പോലെ ജെല്ലി പോലെ ഇരിക്കുന്നത്. ഇവിടെ മക്കൾക്കെല്ലാം ഈ കറുത്ത കരൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഹാർഡായിരിക്കുമല്ലോ, ഇത് കുറച്ച് ജെല്ലി ആയിരിക്കും. അപ്പോൾ ഇതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു കരൾ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ അപ്പോൾ ഞാൻ ശരിക്കും വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് കുക്കാക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് കഴിച്ചതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഇത്രയും റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല കറിയാണ്. ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.